ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്ന സ്വർഗ്ഗസിംഹാസനത്തിൽ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരുന്ന് പക്ഷവാദം ചെയ്യുന്ന യേശു കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഇന്ന് വചനം ധ്യാനിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കർത്താവ് ഇടയാക്കിയതിനാൽ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമുക്ക് ഒന്നിച്ച് ഷെയർ ചെയ്യാനായിട്ടുള്ളത്, യേശു കർത്താവ് സുവിശേഷത്തിൽ പലയിടത്തും പറഞ്ഞിട്ടുണ്ട് ഫോളോ മീ. പ്രത്യേകിച്ച് പത്രോസിനോട് പറഞ്ഞിട്ടുണ്ട് ഫോളോ മീ എന്ന്. അത് നമുക്കൊന്നിച്ച് ധ്യാനിക്കാം, അനുഗ്രഹിക്കപ്പെടാം. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ക്രിസ്തീയ ജീവിതത്തിൽ പലർക്കും അറിയാത്ത ഒരു വലിയ ഒരു വാക്കാണ് ഫോളോ മീ. കർത്താവിൻ്റെ ഒരു വചനമാണ് ഫോളോ മീ എന്ന് പറയുന്നത്. കർത്താവിൻ്റെ ആഗ്രഹമാണ് ഫോളോ മീ എന്ന് പറയുന്നത്. ഫോളോ മീ എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. കർത്താവിൻ്റെ ആഗ്രഹം, കർത്താവിനെ ഫോളോ ചെയ്യുക എന്ന് പറയുന്നത് കർത്താവിൻ്റെ ആഗ്രഹത്തോടു കൂടി കർത്താവിൻ്റെ പ്ലാനിന് വേണ്ടി നാം സമർപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. നമുക്ക് പത്രോസിനെ അറിയാം. 12 ശിഷ്യന്മാരുണ്ടായിരുന്നെങ്കിലും പത്രോസ് അവിടെ ജ്വലിച്ചു നിന്ന ഒരു വ്യക്തിയാണ്. തീക്ഷണമായിട്ട് കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചു. ഹി വാസ് സോ ക്വിക്ക് ടു ആൻസർ. കർത്താവിൻ്റെ എല്ലാ ചലഞ്ചസ് ആയിട്ടുള്ള ചോദ്യങ്ങളെയും പ്രവൃത്തികളെയും പത്രോസ് വളരെ വേഗത്തിൽ അഭിമുഖീകരിച്ചു. ഹി വാസ് സോ ഡെഡിക്കേറ്റഡ് ആൻഡ് കമ്മിറ്റഡ്. അത്ര തീക്ഷണതയോടുകൂടി ഫയറായിട്ട് നിന്നായിരുന്നു പത്രോസ്. കർത്താവിനെ അത്രമാത്രം സ്നേഹിച്ചിരുന്നു. എന്നാൽ ആ പത്രോസ് പോലും അറിഞ്ഞിരുന്നില്ല ഒരു നിസ്സാരമായ ഒരു സ്ത്രീയുടെ മുമ്പിൽ വെച്ച് ഈ ഗുരുവിനെ തള്ളിപ്പറയുമെന്ന്. ഇന്ന് നാം ഫോളോ മീ എന്ന് പറയുമ്പോൾ ആദ്യം അറിയേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ആരും നിൽക്കുന്നത് നമ്മുടെ സ്വന്തം കഴിവ് കണ്ടല്ല, ദൈവത്തിൻ്റെ കൃപയാണ്. അടുത്ത ഒരു നിമിഷം നാം ദൈവകൃപയിൽ നിന്ന് മാറിപ്പോകാതെ സൂക്ഷിക്കണം. ഞാൻ ആയിരിക്കുന്നതൊക്കെയും ദൈവകൃപയായിരുന്നു. ഈ കൃപയിൽ നിന്ന് വീണു പോകാതെ സൂക്ഷിക്കണം. ഹല്ലേലൂയ. അതിനുവേണ്ടി ദൈവത്തിൻ്റെ പ്ലാനും പർപ്പസിന് വേണ്ടി നാം സബ്മിറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രമേ ആ ഒരു ബോധ്യം നമുക്ക് വരത്തുള്ളൂ. ഹല്ലേലൂയ. ഏതൊരു ക്രിസ്ത്യാനിയും കർത്താവിനെ ഫോളോ ചെയ്യുകയാണെങ്കിൽ ആദ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, ഞാൻ ആയിരിക്കുന്നത് എൻ്റെ കഴിവല്ല, എൻ്റെ മിടുക്കല്ല, ഞാൻ കർത്താവിനെ പുറകെ പോയതല്ല, കർത്താവ് എന്നെ വിളിച്ചതാണ്. പേർ ചൊല്ലി വിളിച്ച് എന്നെ കൃപയിലാക്കിയ കർത്താവിൻ്റെ സാന്നിധ്യമാണ് എനിക്ക് വലുത് എന്നുള്ള ഒരു ബോധ്യം എല്ലാ ക്രിസ്ത്യാനികൾക്കും, യഥാർത്ഥ ക്രിസ്ത്യാനികൾക്കും ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഈ പത്രോസിൻ്റെ അവസ്ഥയിൽ നാം ആയിപ്പോകും. പത്രോസ് അന്നുവരെ അറിഞ്ഞിരുന്ന ഒരു ക്രിസ്തു അല്ല. കർത്താവ് ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ, കഷ്ടം അനുഭവിച്ചപ്പോൾ പത്രോസ് കാണുന്നത് വേറൊരു ഗുരുവിനെയാണ്. പത്രോസ് എല്ലാ വാക്കിലും പ്രവൃത്തിയിലും വിശ്വസ്തനായിരുന്നു, ജ്വലിച്ചു നിന്നിരുന്നു, തീക്ഷണമായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് കമ്മിറ്റഡ് ആയിട്ട് നിന്നിരുന്നു. പ്രവൃത്തിയിലെന്ന് പറയുമ്പോൾ നമുക്കറിയാം, വെള്ളത്തിൽ എടുത്തു ചാടി, ആ ആഴക്കടലിൽ എടുത്തു ചാടി. മറുരൂപ മലയിൽ നിന്നപ്പോഴേ നമുക്കറിയാം, പത്രോസ് പറയുന്നുണ്ട് നമുക്കിവിടെ അങ്ങ് നിന്നാൽ മതി എന്ന് പറയുന്നുണ്ട്. അപ്പോഴും പത്രോസ് കർത്താവിൻ്റെ പ്ലാനിന് എതിരായിരുന്നു. കർത്താവിൻ്റെ പ്ലാൻ അവിടെ എല്ലാവരും അപ്പോഴും മറുരൂപ മലയിൽ ആയിരിക്കുക എന്നുള്ളതല്ല, അവിടെ താമസിക്കുക എന്നുള്ളതായിരുന്നില്ല. മഹാപുരോഹിതൻ്റെ ദാസിൻ്റെ കാത് അത്ര ശക്തമായിട്ട്, അത്ര ധൈര്യത്തോടു കൂടി ആ പടയാളികളെ മുമ്പിൽ വെച്ച് ഓടിച്ചെന്ന് പത്രോസ് അവരെ ഉപദ്രവിച്ചു. അപ്പോൾ അതും കർത്താവിൻ്റെ ഡിസയർ അല്ലായിരുന്നു, കർത്താവിൻ്റെ പ്ലാൻ അല്ലായിരുന്നു. അപ്പോൾ ക്രിസ്തുവിൻ്റെ ശിഷ്യരായിട്ട് നിൽക്കുമ്പോഴും കർത്താവിൻ്റെ പ്ലാനിന്, പദ്ധതിക്ക്, ഫോളോ മീ എന്നുള്ള ഒരു വാക്കിന് വിപരീതമായിട്ട് നമുക്ക് ജീവിതത്തിൽ പ്രവർത്തിക്കുവാനായിട്ട് പറ്റുമെന്ന് പത്രോസിൻ്റെ ഉദാഹരണത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അന്നുവരെ പത്രോസ് കണ്ട ഒരു ക്രിസ്തു എന്ന് പറയുന്നത് സൗഖ്യമാക്കുന്ന ക്രിസ്തു, എല്ലാ രോഗങ്ങളെയും സൗഖ്യമാക്കുന്ന ക്രിസ്തു, അക്യൂട്ട് ആൻഡ് ക്രോണിക് മാറാ രോഗത്തെ സൗഖ്യമാക്കുന്ന ഒരു ക്രിസ്തു, ഭൂതങ്ങളെ ആജ്ഞാപിച്ച് പുറത്ത് ഓടിക്കുന്ന ഒരു ക്രിസ്തു, അധികാരികളോട് അധികാരത്തോടുകൂടി സംസാരിക്കുന്ന ഒരു ക്രിസ്തു, ദേവാലയത്തിൽ വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും പോയി അടിച്ചോടിക്കുന്ന ഒരു ക്രിസ്തു, നിൻ്റെ എല്ലാ ആവശ്യങ്ങളും സാധിപ്പിച്ചു തരുന്ന, മീൻ്റെ വായിൽ നിന്ന് ചതുരദ്രഹ്മ പണം എടുത്ത് അവർക്ക് അവരുടെ ആവശ്യം നടത്തി കൊടുക്കുന്ന ഒരു ക്രിസ്തു. ഹല്ലേലൂയ. അങ്ങനെ ക്രിസ്തുവിനാൽ അസാധ്യമായിട്ട് ഒന്നുമില്ല. പ്രത്യേകിച്ച് പുള്ളിക്കൊരു വെളിപ്പാടും കിട്ടിയിട്ടുണ്ടല്ലോ, ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണെന്നുള്ള ആ വെളിപ്പാട് ഉള്ളപ്പോൾ, ദൈവത്തിൻ്റെ പുത്രനാണ് എന്നോടുകൂടെ, ഇനി എനിക്ക് എന്താണ് പ്രശ്നം? എനിക്ക് സൗഖ്യമുണ്ട്, എനിക്ക് വേണ്ട എല്ലാ റിസോഴ്സസും ഉണ്ട്, എല്ലാം ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഒരു വാക്കുകൊണ്ട് സകലത്തെ ഉളവാക്കിയവനായ ദൈവം, ആ ദൈവത്തോടു കൂടി ആയിരിക്കുമ്പോൾ എല്ലാം നമുക്കുണ്ട്. എന്നാൽ ഒരു വലിയ സത്യം നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്, ഫോളോ മീ. ആ ക്രിസ്തുവിൻ്റെ പ്ലാന് വേണ്ടി നമ്മൾ സബ്മിറ്റ് ചെയ്യണം. അന്നുവരെ പത്രോസ് അറിഞ്ഞത് സന്തോഷങ്ങൾ മാത്രമുള്ള, വിജയങ്ങൾ മാത്രമുള്ള, പരാജയങ്ങൾ അറിയാത്ത ഒരു ക്രിസ്തു
അല്ലെങ്കിൽ അവിടെ കൂടെ നിൽക്കുന്നവർക്ക് പരാജയമൊന്നും വരില്ല എന്നുള്ള ആ ഒരു തോന്നലായിരുന്നു പത്രോസിനെ ഭരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, യേശു കർത്താവ് പറയുന്നുണ്ട്, തൻ്റെ കഷ്ടാനുഭവങ്ങളെ വരാനിരിക്കുന്നതിനെ പറ്റി പറയുമ്പോൾ പത്രോസ് വെളിയിൽ പ്രത്യേകം വിളിച്ചുകൊണ്ട് പോയിട്ട് പറയുകയാണ്, കർത്താവേ, ഇത് സംഭവിക്കല്ലേ, ഇത് നിനക്ക് സംഭവിക്കാൻ പാടില്ല. ഇത് തന്നെയാണ് നമുക്ക് ഓരോരുത്തർക്കും ഉള്ള ഒരു അനുഭവം. സൗഖ്യം മാത്രമേ എനിക്ക് വരാവൂ. എൻ്റെ ആഗ്രഹങ്ങളും എൻ്റെ ആവശ്യങ്ങളും എല്ലാം ക്രിസ്തുവിനോട് കൂടെ എനിക്ക് സാധിക്കണം. അതുമാത്രം മതി, ക്രിസ്തുവിൻ്റെ പ്ലാനുകൾ വേണ്ട. അപ്പോൾ കർത്താവ് എന്തുവാ പറയുന്നത്? ഗെറ്റ് ബിഹൈൻഡ് മീ സേറ്റൻ. കർത്താവിനൊരു പ്ലാനുണ്ട്. നമുക്ക് കിട്ടുന്ന എല്ലാ അവസരങ്ങളും സൗഖ്യങ്ങളും ഒക്കെ കർത്താവിൻ്റെ പ്ലാൻ ആയിരിക്കണമെന്നില്ല. അതുകൊണ്ടാണ് പൗലോസിന് പറഞ്ഞത്, എൻ്റെ കൃപ നിനക്ക് മതി. ഹല്ലേലൂയ. അത് മതി എന്ന് വെക്കണം. കർത്താവിൻ്റെ ആഗ്രഹം, കർത്താവിൻ്റെ പ്ലാൻ മതി എന്ന് വെക്കണം. പത്രോസ് പലപ്പോഴും കർത്താവിൻ്റെ ആഗ്രഹത്തിന് വിപരീതമായിട്ടാണ് അൻറ്റിൽ കാൽവറി ക്രോസ്, അതുവരെ അവിടെ അങ്ങനെയായിരുന്നു. അതുകൊണ്ടാണ് കർത്താവ് തന്നെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ദൈവപുത്രൻ ഈ ശത്രുവിൻ്റെ മുമ്പിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നു. അത് വേറൊരു അനുഭവമായിരുന്നു. ഒരു ശക്തിയുമില്ലാതെ, ഒരു കഴിവുമില്ലാതെ നിസ്സഹായനായി നിൽക്കുന്ന, ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു യേശുവിനെയാണ് അവിടെ കണ്ടത്. അതുകൊണ്ട് പത്രോസ് ഭയപ്പെട്ടു. യേശു കർത്താവിൻ്റെ കൂടെ നിൽക്കുവാനായിട്ട് പരാജയപ്പെട്ട യേശുവാണെന്നാണ് പത്രോസ് അന്നേരം ചിന്തിച്ചിരുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ കോഴി കൂവി, മൂന്നാമത്തെ കോഴിയും കൂവിയപ്പോൾ ആ കർത്താവിൻ്റെ ആ ദയനീയമായ ഒരു നോട്ടം പത്രോസിനെ വല്ലാതെ ഉലച്ചു. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിൻ്റെ മനസ്സും ദൈവത്തിൻ്റെ പ്ലാനും അന്നുവരെ പത്രോസിനും മനസ്സിലായില്ല. ശക്തനായ പുരോഹിതനും ശക്തനായ പ്രവാചകനുമായ യേശു കർത്താവ് ഇതാ ഏൽപ്പിച്ചു കൊടുത്ത്, എല്ലാ അടികളും വെറും ഒരു ഏൽപ്പിച്ചു കൊടുത്തതല്ല, ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട കിടന്ന ആ യാഥാർത്ഥ്യം പത്രോസിന് ഒരിക്കലും അംഗീകരിക്കാൻ സാധ്യമായിരുന്നില്ല. പ്രിയ ദൈവവൈതലേ, നിൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും പ്രതിസന്ധിയും തടസ്സങ്ങളും ഉണ്ടെങ്കിൽ, അത് മാറുന്നില്ല എങ്കിൽ കർത്താവിൻ്റെ കയ്യിൽ സബ്മിറ്റ് ചെയ്തു കൊടുക്കുക. ദൈവം നിന്നെ ഉയർത്തും, ദൈവരാജ്യത്തിൽ ഉയർത്തും. ലോകം നമുക്ക് കാണുന്ന പരാജയങ്ങളും ഒന്നും ലോകത്തിൽ മാത്രം ഒതുങ്ങുന്നതാണ്. നമുക്കൊരു യാത്രയുണ്ട്, ഫോളോ മീ, ക്രിസ്തുവിനോട് കൂടെയുള്ള ഒരു യാത്ര. ഹല്ലേലൂയ. അതിന് തടസ്സം നമുക്ക് ഈ ലോകത്തിൽ ഒന്നും നിൽക്കരുത്. സൗഖ്യമില്ല എങ്കിലും ക്രിസ്തുവിനോട് കൂടെ, എനിക്കത് ലഭിച്ചില്ല എങ്കിലും, എനിക്കല്പം പട്ടിണിയാണെങ്കിലും, എനിക്കൊരു മറ്റുള്ളവരുടെ മുമ്പ് അതുപോലെ ഉയരാൻ പറ്റിയില്ലെങ്കിലും ക്രിസ്തുവിനോട് കൂടെ, അത് ക്രിസ്തുവിൻ്റെ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവം ചെയ്തിരിക്കും. ഹല്ലേലൂയ. എന്നാൽ അത് കർത്താവിൻ്റെ പ്ലാനിനകത്ത് ഉള്ളതല്ല എങ്കിൽ ദൈവം തീർച്ചയായിട്ടും അവിടെയും സ്വർഗരാജ്യത്തിൻ്റെ മഹത്വത്തിനായിട്ട്, മഹിമയ്ക്കായിട്ട് ദൈവം നിന്നെ ഉയർത്തും. ഹല്ലേലൂയ, സ്തോത്രം. ഫോളോ മീ എന്ന് പറയുമ്പോൾ നമുക്ക് അത്ഭുതങ്ങളും അതിശയങ്ങളും സൗഖ്യങ്ങളും മാത്രമല്ല, അതിനോട് കൂടെ പ്രതിസന്ധികളുണ്ട്. അത് കർത്താവ് തരണം ചെയ്തിട്ടുണ്ട്. ശിഷ്യന്മാർ ഓരോരുത്തർക്കും തരണം ചെയ്യുവാനായിട്ടുള്ള കൃപ ദൈവം കൊടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അന്നുവരെ കണ്ടിട്ടില്ലാത്ത ഒരു യാഥാർത്ഥ്യം പത്രോസ് അവിടെ മനസ്സിലാക്കി. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിൻ്റെ കൃപ ദൈവം പത്രോസ് അപ്പോഴാണ് യഥാർത്ഥമായിട്ടുള്ള ദൈവത്തിൻ്റെ ആ ഫോളോ മീ എന്നുള്ള ആ വാക്ക് മനസ്സിലായത്. നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ, മരണം വരെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ വിട്ടുപോകയില്ല എന്ന് പറഞ്ഞ പത്രോസ് വേറെ ഒരു സ്ത്രീയുടെ മുമ്പിൽ ഉപേക്ഷിക്കപ്പെട്ടു. പ്രിയ ദൈവവേദലേ, ഞാനായിരിക്കുന്നതൊക്കെയും നിങ്ങളായിരിക്കുന്നതൊക്കെയും ദൈവത്തിൻ്റെ കൃപയാണ്. നാളെ എന്താണെന്ന് നമുക്കറിയില്ല. ദൈവം സഹായിച്ചാൽ നാം നിൽക്കും. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ ദൈവത്തിൻ്റെ സാന്നിധ്യം വന്നപ്പോൾ ആ വലിയ ഫോളോ മീ എന്നുള്ള ആ ഒരു വാക്ക് പത്രോസിന് പിന്നീടാണ് മനസ്സിലായത്. ആ 3 പ്രാവശ്യം സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആ 3-ാമത്തെ വാക്കിൽ കർത്താവ് പറയുന്നത് ഫോളോ മീ, എന്നെ അനുഗമിക്കുക എന്ന് പറയുന്നു. അപ്പോഴൊന്നും പത്രോസിന് മനസ്സിലായില്ല. കാൽവറി ക്രൂശില്ല ദയനീയമായിട്ട് പത്രോസിനെ ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ അന്നാണ് ഫോളോ മീ എന്ന് പറഞ്ഞുള്ള ആ യഥാർത്ഥ ബോധം പത്രോസിന് വരുന്നത്. അതിനുശേഷം അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവിടെ 120 പേരുടെ നടുക്ക് എഴുന്നേറ്റ് നിന്ന് പറയുകയാണ്, തിരുവെഴുത്തിന് നിവർത്തിയാകുവാൻ വേണ്ടിയാണ് ഇതൊക്കെ സംഭവിച്ചത്. തിരുവെഴുത്തെന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ ഹിതം, കർത്താവിൻ്റെ പ്ലാൻ, കർത്താവിൻ്റെ ഡിസൈസ്, കർത്താവിൻ്റെ വാക്കുകൾ, ഹല്ലേലൂയ, കർത്താവിൻ്റെ ആഗ്രഹങ്ങൾ
അതാണ് നിവൃത്തിയാകേണ്ടത്. ക്രിസ്തു കഷ്ടം അനുഭവിച്ചത് തിരുവെഴുത്ത് നിവൃത്തിയാകുവാൻ വേണ്ടിയാണെന്നുള്ള ആ ഒരു ബോധം, ആ ഒരു വിവേകം, ആ ഒരു ജ്ഞാനം പത്രോസിന് ലഭിച്ചത് അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അത് കഴിഞ്ഞ് 2-ാം അധ്യായത്തിൽ ആ ജ്ഞാനം ലഭിക്കുമ്പോൾ, ആ ഫോളോ മീക്ക് സബ്മിറ്റ് ചെയ്യുമ്പോൾ, അവർ ഒന്നായിട്ട് കൂടിയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് അഭിഷേകം, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ, പരിശുദ്ധാത്മാവിൻ്റെ കൃപ അവിടെ ഇറങ്ങി വന്നു, അവരെ നിറച്ചു. അത് കഴിഞ്ഞ് 2-ാം അധ്യായത്തിൽ നമുക്ക് അവിടെ സാധിക്കാനായിട്ട് കാണും. അവിടെ പത്രോസ് അവിടെ എല്ലാ ഒരു മഹാജനങ്ങളുടെ മുമ്പാകെ പറയുകയാണ്, ഇസ്രായേൽ പുരുഷന്മാരെ എന്ന് വിളിച്ചിട്ട് പറയുകയാണ്, മരണം അവനെ പിടിച്ചു വെക്കുവാൻ സാധിച്ചിരുന്നില്ല. അന്നുവരെ സൗഖ്യമുണ്ടായിരുന്നു, അന്നുവരെ എല്ലാ റിസോഴ്സസും ഉണ്ടായിരുന്നു, എന്നാൽ മരണം അവിടെ ഉണ്ടായിരുന്നില്ല. മരണത്തെ അഭിമുഖീകരിച്ചിരുന്ന ക്രിസ്തുവിനെ അന്നുവരെ പത്രോസ് അറിഞ്ഞിരുന്നില്ല. അതുകൊണ്ടാണ് പത്രോസ് പേടിച്ച് ഓടിപ്പോയത്. മരണം അവനെ പിടിച്ചു വെക്കുവാൻ കഴിയുകയില്ല എന്ന് മരിക്കാതെ ഇങ്ങനെ അനുഭവിക്കുവാനായിട്ടും അറിയുവാനായിട്ടും സാധിക്കും. ഹല്ലേലൂയ. അത്ര ശക്തമായിട്ട് മരിച്ചാലും എനിക്ക് ക്രിസ്തുവിനോട് കൂടി ജീവിക്കണമെന്നുള്ള ആഗ്രഹം ക്രിസ്തുവിൻ്റെ മരണത്തോടു കൂടിയാണ്, ക്രിസ്തുവിൻ്റെ ആ നോട്ടത്തോടു കൂടിയാണ് പത്രോസിന് ലഭിച്ചത്. അതിനുശേഷം നമുക്ക് 36-ാം വാക്യത്തിൽ കാണാൻ സാധിക്കും, നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു. അവരോട് അധികാരത്തോടു കൂടി, ധൈര്യത്തോടു കൂടി പറയുകയാണ്. ഒരു സ്ത്രീയുടെ മുമ്പിൽ വിറച്ച പത്രോസ് പറയുകയാണ്, നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അന്ന് 3000 പേരാണ് യേശുവിനെ സ്വീകരിക്കുവാനും സ്നാനമെടുക്കുവാനും ഇടയായത്. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, നാം ആയിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. നമ്മളാരും കർത്താവിൻ്റെ പുറകെ പോയതല്ല. നാം ഇന്നായിരിക്കുന്നുവെങ്കിൽ പിതാവിൻ്റെ സ്നേഹമാണ് പുത്രനിലേക്ക് നാം വരുവാനായിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ലഭിച്ചതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണെന്നുള്ള ആ ബോധം നമുക്ക് വേണം. നമ്മളിൽ നിന്നൊന്നും ഉണ്ടാക്കി കർത്താവിനെ ശുശ്രൂഷിക്കേണ്ട കാര്യമില്ല. കർത്താവിനെ ശുശ്രൂഷിക്കുവാനായിട്ട് കർത്താവ് എല്ലാം നമുക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. അതിനാൽ നാം കർത്താവിൻ്റെ പ്ലാന് വേണ്ടി, പദ്ധതിക്ക് വേണ്ടി സബ്മിറ്റ് ചെയ്യുക. അത് സൗഖ്യമാണെങ്കിൽ സ്തോത്രം, പ്രൈസ് ഗോഡ്. അല്ല, നിൻ്റെ സൗഖ്യം താമസിച്ചേ ഉള്ളൂ എങ്കിൽ അതിനും ദൈവത്തിൻ്റെ മുമ്പിൽ സബ്മിറ്റ് ചെയ്തിരിക്കുക. ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഹിസ് പ്ലാൻസ് ആർ ഓൾവേസ് ഫോർ യുവർ ഗുഡ് ഫ്യൂച്ചർ. ഹിസ് പ്ലാൻസ് ആർ ഓൾവേസ് ടു പ്രോസ്പർ യു. അത് ഡിസ്ട്രക്റ്റ് ചെയ്യുന്ന ഒരു പ്ലാനല്ല. അതാദ്യം മനസ്സിലാക്കുക. ഇന്ന് നാം സൗഖ്യം മാത്രം പ്രതീക്ഷിച്ചിരിക്കാതെ കർത്താവിൻ്റെ പ്ലാൻ എന്താണ്, കർത്താവിൻ്റെ ഡിസയർ എങ്ങനെയാണ്, നിന്നെ എങ്ങനെയാണ് കർത്താവ് സ്വർഗരാജ്യത്തിന് വേണ്ടി ചെയ്യുവാൻ പോകുന്നു, അതിന് സബ്മിറ്റ് ചെയ്യുക. ഫോളോ മീ. പത്രോസിനോട് പറഞ്ഞതുപോലെ ഇന്ന് നമ്മളോട് എല്ലാവരോടും കർത്താവ് പറയുകയാണ്, ഓരോരുത്തരോടും പറയുകയാണ്, ഫോളോ മീ. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുനീർ കണ്ട് കർത്താവ് മിണ്ടാതിരിക്കുന്ന ദൈവമല്ല, മനസ്സലിവും കരുണയുള്ള ദൈവമാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹത്തിന്മേൽ, നിങ്ങളുടെ ആവശ്യത്തിനുമേൽ ക്രിസ്തു പ്രവർത്തിക്കും. എന്നാൽ നമുക്ക് കർത്താവിൻ്റെ ആ സാന്നിധ്യത്തിൽ നിറഞ്ഞിരിക്കുവാനും, എല്ലാ അവസരത്തിലും, ദുഃഖത്തിലും സന്തോഷത്തിലും ഇല്ലായ്മയിലും എല്ലാം കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ നിറഞ്ഞിരിക്കുവാൻ തക്കവണ്ണം കർത്താവ് നമ്മളെ ഓരോരുത്തരും ബലപ്പെടുത്തട്ടെ. ഹല്ലേലൂയ. കർത്താവെ, കേട്ട എല്ലാവരും യേശുവിൻ്റെ കരങ്ങളിൽ തരുന്ന കർത്താവെ, അവിടുന്ന് പത്രോസിനോട് പറഞ്ഞ പോലെ, ഫോളോ മീ എന്ന് പറഞ്ഞതുപോലെ, കർത്താവെ, നീ നിൻ്റെ ഇഷ്ടത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ തരുന്നതെല്ലാം എടുക്കുവാനും അത് സന്തോഷത്തോടു കൂടി വഹിക്കുവാനും നീ ഞങ്ങളെ പ്രാപ്തിപ്പെടുത്തും. അതിനുവേണ്ടി ഇന്ന് ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ. സൗഖ്യം അവിടുത്തെ ദാനമാണ്. സകലത്തെ ഉളവാക്കി അവിടുന്ന് സകലത്തെയും കൊടുത്ത് ഈ എല്ലാ മക്കളെയും ധൈര്യത്തോടു കൂടി നിറയ്ക്കണമേ. അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ കാണുവാൻ ഈ കുഞ്ഞുങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. ഗോഡ് ബ്ലെസ് യു.